Good evening, all of you, and welcome to the world of statistics. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്ററിന്റെ എക്സാം കഴിഞ്ഞല്ലോ. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിരുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെന്നാണ് മനസ്സിലായത്. സോ ഐ ഹോപ്പ് എല്ലാവരും നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ASRB നെറ്റ് ആൻഡ് JRF ആൻഡ് ഓൾസോ CSIR നെറ്റ് ആൻഡ് JRFിലേക്കുള്ള വീഡിയോസ് ആണ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ASRB നെറ്റിന്റെ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ് ഇന്നത്തെ വീഡിയോ മുതൽ. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുക. അപ്പൊ മോർ വീഡിയോസ് ആക്സസിബിൾ ആവും ആൻഡ് ഓൾസോ വീഡിയോസ് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. ഓക്കെ, സോ ആസ് യൂഷ്വൽ നമ്മൾ ഇൻവെസ്റ്റിഗേറ്ററിന് ചെയ്ത പോലെ നിങ്ങൾക്ക് നെക്സ്റ്റ് ടോപ്പിക്കിൽ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം, നമുക്ക് അതിനനുസരിച്ച് മൂവ് ചെയ്യാം. ഓക്കെ, സോ we move on to the first question. Efficiency of sample mean as compared to median as an estimate of the mean of a normal population is. അതായത് എഫിഷ്യൻസിയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്, എസ്പെഷ്യലി നോർമൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോർമൽ പോപ്പുലേഷനിൽ സാമ്പിൾ മീനിനെ കമ്പയർ ചെയ്യുമ്പോൾ സാമ്പിൾ മീഡിയനെ വെച്ചോണ്ടുള്ള എഫിഷ്യൻസി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആസ് ആൻ എസ്റ്റിമേറ്റ്, നമുക്കറിയാം ഒരു എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് അതിപ്പോ അൺബാസ്ഡ് ആണെങ്കിലും എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് യുണീക്ക് അല്ല. ഒരു പാരാമീറ്ററിന് തന്നെ മോർ ദാൻ വൺ എസ്റ്റിമേറ്റ് വരാറുണ്ട്. സോ ഒരേ സമയത്ത് തന്നെ പല ഡിസ്ട്രിബ്യൂഷൻസിനും പോപ്പുലേഷൻ മീനിന് സാമ്പിൾ മീനും സാമ്പിൾ മീഡിയനും ഒക്കെ എന്താവാറുണ്ട്, എസ്റ്റിമേറ്റുകൾ ആവാറുണ്ട്, അൺബാസ്ഡ് എസ്റ്റിമേറ്റുകളൊക്കെ ആവാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള രണ്ട് എസ്റ്റിമേറ്റുകളാണ് സാമ്പിൾ മീനും സാമ്പിൾ മീഡിയനും എങ്കിൽ ആ എഫിഷ്യൻസി ആണ് ചോദിച്ചിരിക്കുന്നത് ഓഫ് സാമ്പിൾ മീൻ ആസ് കമ്പയർഡ് ടു സാമ്പിൾ മീഡിയൻ. ഓക്കെ, സോ അതിന് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ന്യൂമറിക്കൽ വാല്യൂസ് ആണ്, പെർസെന്റേജിലാണ്. സോ നമുക്ക് ചെയ്ത ഒരു ആൻസർ വേണം, അത് ആ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പൊ നമുക്കത് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. സോ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സാമ്പിൾ മീൻ, ഞാൻ സാമ്പിൾ മീനിനെ എക്സ് ബാർ എന്ന് ഡിനോട്ട് ചെയ്യാണ്, സാമ്പിൾ മീഡിയനിനെ XM എന്ന് ഡിനോട്ട് ചെയ്യാണ്. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എഫിഷ്യൻസി ഓഫ് സാമ്പിൾ മീൻ വിത്ത് റെസ്പെക്ട് ടു ഓർ ആസ് കമ്പയർഡ് ടു സാമ്പിൾ മീഡിയൻ. സാമ്പിൾ മീനിനെ T1 എന്നും സാമ്പിൾ മീഡിയനിനെ T2 എന്നും വിളിച്ചാൽ എഫിഷ്യൻസി ഓഫ് T1 ആസ് കമ്പയർഡ് ടു T2 ആണ് ചോദ്യം. സോ നമുക്കറിയാം എഫിഷ്യൻസി ഓഫ് T1 ആസ് കമ്പയർഡ് ടു T2 എന്ന് പറയുമ്പോൾ വേരിയൻസ് ഓഫ് T2 ബൈ വേരിയൻസ് ഓഫ് T1, ശരിയല്ലേ? സോ ഇവിടെ വേരിയൻസ് ഓഫ് XM ബൈ വേരിയൻസ് ഓഫ് X ബാർ, ശരിയല്ലേ? സോ സാമ്പിൾ മീഡിയന്റെ വേരിയബിലിറ്റി ബൈ സാമ്പിൾ മീനിന്റെ വേരിയബിലിറ്റി. സാമ്പിൾ മീഡിയന്റെ വേരിയൻസ് എന്താണ് നമുക്കറിയാം. ഫോർ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, വേരിയൻസ് ഓഫ് XM is equal to pi by 2 sigma square by n and variance of X bar is equal to sigma square by n. So just resubstitute ചെയ്യാം നമുക്ക്. Pi by 2 sigma square by n the whole divided by sigma square by n. Sigma square by n ഉം sigma square by n ഉം cancel ചെയ്താൽ it's pi by 2, that is 1.57. So നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒക്കെ പെർസെന്റേജിലാണ്. സോ 157%. അപ്പോ സാമ്പിൾ മീനെ കമ്പയർ ചെയ്യുമ്പോൾ സാമ്പിൾ മീഡിയനുമായിട്ട് 157% ആണ് എഫിഷ്യൻസിയിലുള്ളത്. ഓക്കെ, ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് ഇക്വേഷൻസ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ റാൻഡം സാമ്പിൾ ഓഫ് സൈസ് n ഈസ് ടേക്കൺ ഫ്രം B of 1p. B of 1p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ അല്ലെങ്കിൽ ബൈനോമിയൽ പോപ്പുലേഷനിൽ n പകരം 1 കൊടുത്തിരിക്കുകയാണ്. സോ ദാറ്റ് ഇസ് ബെർണോളി 1p. വിച്ച് ഓഫ് ദ ഫോളോയിങ് എസ്റ്റിമേറ്റേഴ്സ് ആർ കൺസിസ്റ്റന്റ് ഫോർ p? പിക്ക് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള എസ്റ്റിമേറ്റേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അതിന് നമുക്ക് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് 3 എസ്റ്റിമേറ്റേഴ്സിനെ തന്നിട്ടുണ്ട്. എന്നിട്ട് ഏതൊക്കെ ഓപ്ഷൻസ് ആണ് കറക്റ്റ് എന്നാണ് ചോദ്യം. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കേണ്ട ആവശ്യമേ ഇല്ല. എന്തുകൊണ്ടാ? ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് ശരിക്കും നോക്കേണ്ട ആവശ്യമില്ല. ഈ എക്സ് ബാർ n എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സാധാരണ സാമ്പിൾ മീൻ തന്നെയാണ്. ഇനി n എന്തിനാണ് സഫിക്സിൽ കൊടുക്കുന്നത്? സാമ്പിൾ സൈസ് n ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോ 1/n സമ്മേഷൻ ഓഫ് xi ആണ്
എക്സ് ബാർ എൻ എന്ന് പറയുന്നത്. അത് കൺസിസ്റ്റന്റ് ആണെന്ന് നമുക്കറിയാം. നമ്മുടെ കൺസിസ്റ്റൻസിയുടെ നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ വെച്ച് എപ്പോഴും നമ്മൾ ബേസിക്കലി പ്രൂവ് ചെയ്യുന്നത് സാമ്പിൾ മീനിനാണ്. എന്താണ് നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ? എക്സ്പെക്ടേഷൻ ഓഫ് ടി എൻ തീറ്റ ആയിരിക്കണം, വേരിയൻസ് ഓഫ് ടി എൻ ഈക്വൽ ടു 0 ആയിരിക്കണം ഓർ ടെൻസ് ടു 0 ആയിരിക്കണം. എപ്പോ ഇത് രണ്ടും ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലെ, ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റിയിൽ ഇത് രണ്ടും ഹോൾഡ് ചെയ്യണം. അതാണ് നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ ഫോർ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ടിയുടെ പൊസിഷനിൽ എക്സ് ബാർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് കിട്ടും. എക്സ് ബാർ എൻ ഈസ് എ കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ഓഫ് പി എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. അപ്പൊ ഓപ്ഷൻ 1 കറക്റ്റ് ആണ്. ഇനി രണ്ടാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് എക്സ് ബാർ എൻ പ്ലസ് 2/n ശരിയല്ലേ? എക്സ് ബാർ എൻ പ്ലസ് 2/n. അപ്പോ ഇതെങ്ങനെ ചെയ്യാം? ഇപ്പൊ നമുക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന്, ഒരു നെറ്റ് ഒക്കെ പോലത്തെ വളരെ ടൈം ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാമിന് നമുക്ക് നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ കംപ്ലീറ്റ്ലി ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കാൻ പറ്റില്ല. സോ നമുക്ക് എങ്ങനെയാണ് ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് പഠിച്ചു വെക്കാം. അപ്പൊ അതിന് 3 കാര്യങ്ങൾ പറഞ്ഞു തരാം. ആ 3 കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിക്കാം. 1, ഇഫ് Tn കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ, ഫോർ ജനറൽ ആയിട്ടാണ് പറയുന്നത്, നമ്മളൊരു പെർട്ടിക്കുലർ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടല്ല പറയുന്നത്. ഇഫ് Tn കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ, then Tn an into Tn is also consistent estimator of theta if an tends to 1 as n tends to infinity. അതായത് Tn ന്റെ കോഎഫിഷ്യന്റ് tends to 1 വരണം as n tends to infinity, and also Tn plus an is consistent estimator of theta if an tends to 0 as n tends to infinity. As n tends to infinity. ഇത് 3 ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക, ബിക്കോസ് നമുക്കത് ആവശ്യം വരും. ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ വേറൊരു ക്വസ്റ്റ്യന് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരും. ഇപ്പൊ ഇവിടെ നോക്ക്, Tn ഓൾറെഡി കൺസിസ്റ്റന്റ് ആണ് തീറ്റയ്ക്ക്. ഇപ്പൊ ഇവിടെ നമുക്ക് പിക്ക് എക്സ് ബാർ എൻ കൺസിസ്റ്റന്റ് ആണ് പിക്ക്. ഇനി എക്സ് ബാർ എൻ പ്ലസ് 2/n കൺസിസ്റ്റന്റ് ആകുമോ? ഒബ്വിയസ്ലി ആവും, ബിക്കോസ് 2/n എന്ന് പറയുന്നത് n tends to infinity ആവുമ്പോൾ 2/n tends to എന്താവും? 2/n tends to 0 ആവും. അതായത് മൂന്നാമത്തെ പ്രോപ്പർട്ടി t/n tends to 0 ആവും. എനി നമ്പർ ബൈ ഇൻഫിനിറ്റി 0 ആവും. സോ അപ്പൊ നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് ഓൾസോ കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ഓഫ് പി എന്ന് പറയാം. വളരെ സിമ്പിൾ അല്ലേ ഇത്? ഇനി മൂന്നാമതായിട്ട് എന്താ ചോദിച്ചിരിക്കുന്നത്? എക്സ് ബാർ എൻ by n plus 2 plus 1 by n plus 2 ശരിയല്ലേ? എക്സ് ബാർ എന്നല്ല, സോറി, സമ്മേഷൻ ഓഫ് xi by n plus 2 plus 1 by n plus 2. അത് കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ഓഫ് പി ആണോ? അതിന് നമുക്ക് ആദ്യം പ്ലസ് സൈന് തൊട്ട് മുന്നേ ഉള്ള സമ്മേഷൻ ഓഫ് xi by n plus 2 ഒന്ന് എടുക്കാം. അതിനെ ഇങ്ങനെ എഴുതിക്കൂടെ? n by n plus 2 സമ്മേഷൻ ഓഫ് xi by n. അതായത് ഒരു n പ്രോഡക്റ്റ് എടുത്തു, ഡിവിഷനിലും കൊടുത്തു. അപ്പൊ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാം. ഇതിപ്പോ ഏത് ഫോമില? an into tn എന്നുള്ള ഫോമിലായില്ലേ? അതായത് സമ്മേഷൻ ഓഫ് xi by n എന്ന് പറയുന്നത് x ബാർ ആണ്. അപ്പൊ an into tn എന്നുള്ള ഫോമിലായി. ഇനി ഈ an എന്താവോ നോക്കിയാൽ മതി, ടെൻസ് ടു 1 ആവോ നോക്കിയാൽ മതി. അത് സിമ്പിൾ അല്ലേ? n ഒന്ന് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ n into 1 plus 2/n എന്ന് എഴുതാം. n ഉം ക്യാൻസൽ ചെയ്യാം. സോ അത് 1 by 1 plus 2/n ആവും. 1 by 1 plus 2/n എന്ന് പറഞ്ഞാൽ ടെൻസ് ടു 1 അല്ലേ? ആ n tends to infinity ആവുമ്പോ. സോ an tends to 1 ആയി. അപ്പൊ an into tn is also tends to p. അതായത് കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ആണ് ഫസ്റ്റ് സാധനം. ശരിയല്ലേ? അപ്പോ n by n plus 2 into summation of xi by n എന്ന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇതിനെ an എന്നും ഇതിനെ tn എന്നും വിളിച്ചു. ബിക്കോസ് നമ്മുടെ tn എന്ന് പറയുന്നത് x ബാർ n ആയിരുന്നു. സമ്മേഷൻ ഓഫ് xi by n എന്ന് പറയുന്നത് ആ tn ആണ്. എന്നിട്ട് ഇനി an tends to 1 ആവോ നോക്കിയാൽ മതി.
ആ n കോമൺ എടുത്ത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ 1/1 + 2/n എന്ന് വരും. സോ ദാറ്റ് ഇസ് ഓൾസോ ടെൻസ് ടു 1. അപ്പൊ നമുക്ക് ഈ രണ്ടാമത്തെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം ഫസ്റ്റ് പോയിന്റിൽ. അപ്പൊ അത് കൺവേർജൻസ് ടു പ്രോബബിലിറ്റി ആയി. ഇനി നമുക്ക് വീണ്ടും മൂന്നാമത്തത് റീകോൾ ചെയ്യാം. കാരണം പ്ലസിന് തൊട്ട് മുന്നേ ഉള്ളത് കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ആണെങ്കിൽ ഈ പ്രോപ്പർട്ടി നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. സോ Tn + an. ആ an ഇവിടെ 1/n + 2 ആണ്. n ടെൻസ് ടു ഇൻഫിനിറ്റി ആവുമ്പോൾ 1/∞ is also tends to 0 as n tends to ഇൻഫിനിറ്റിയിൽ. സോ അപ്പൊ ഇത് വീണ്ടും നമുക്ക് ഇവിടെ മൂന്നാമത്തെ രണ്ടും മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് ഓൾസോ കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ഓഫ് പി. അപ്പോ രണ്ടും മൂന്നും കറക്റ്റ് ആണ്. ഒന്നും രണ്ടും മൂന്നും കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. 1, 2 and 3 കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റേഴ്സ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ചെയ്ത് നോക്കുക, എന്നാലേ നമുക്ക് ശരിയായി വരുള്ളൂ. അപ്പൊ ഇവിടെ 1, 2 and 3 കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ആണ്. ആദ്യത്തെ ഓപ്ഷൻ സി, രണ്ടാമത്തെ ഓപ്ഷനും സി തന്നെ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? തേർഡ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാണുമ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നെങ്കിലും, ഇഫ് എക്സ് ഇസ് എ റാൻഡം സാമ്പിൾ ഓഫ് സൈസ് 1 ഫ്രം പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ തീറ്റ, then 5⁻x is an unbiased estimator of which option എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ 5⁻x എന്തിന്റെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ്? അത് സിമ്പിൾ അല്ലേ? അതായത് നമുക്ക് തന്നിട്ടുള്ളത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ളത് പോയിസോൺ ലാംഡയാണ്. അപ്പൊ ഇവിടെ ലാംഡയ്ക്ക് പകരം തീറ്റയാണ് ഓപ്ഷൻസിൽ കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് പോയിസോൺ തീറ്റയാണ്. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റാൻഡം സാമ്പിൾ ഓഫ് സൈസ് 1 എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് 5⁻x എന്ന് മാത്രം പറഞ്ഞത്. സാമ്പിൾ സൈസ് n ആയിരുന്നെങ്കിൽ 5⁻⁴ എന്നോ x ബാർ എന്നോ ഒക്കെ വന്നേനെ. സോ വാട്ട് എവർ, 5⁻x തന്നിരിക്കുന്നതിൽ ഏതിന്റെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ്? സിമ്പിളാ, എക്സ്പെക്ടേഷൻ ഓഫ് 5⁻x നോക്കിയാൽ മതി. അതായത് ടി എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക് തീറ്റ എന്ന് പറയുന്ന ഒരു പാരാമീറ്ററിന്റെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആവണമെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് ടി ഈസ് ഈക്വൽ ടു തീറ്റ വരണം. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് 5⁻x എടുക്കുമ്പോൾ എന്ത് വരും എന്ന് നമുക്ക് നോക്കാം. അത് ഓപ്ഷനിലുള്ള ഏതെങ്കിലും വരുവാണെങ്കിൽ അത് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ്, വന്നില്ലെങ്കിൽ തെറ്റാണെന്ന് പറയാലോ. സോ എക്സ്പെക്ടേഷൻ ഓഫ് 5⁻x. അപ്പൊ സിംപ്ലി എക്സ്പെക്ടേഷന്റെ ഇക്വേഷനിൽ കൊടുക്കുക, വേറൊന്നും ഉദ്ദേശിക്കുന്നില്ല. summation x equal to 0 to infinity 5⁻x into Poisson's probability mass function e raised to minus theta theta raised to x by x factorial. x ഇല്ലാത്തതൊക്കെ നമുക്ക് സമ്മേഷന് പുറത്തെടുക്കാം. സോ e raised to minus theta പുറത്തെടുത്തു. സമ്മേഷൻ അകത്ത് 5⁻x theta raised to x. സോ 5 theta the whole raised to x എന്ന് ഒറ്റയടിക്ക് എഴുതാം. x equal to 0 to infinity. ഈ ഒരു സമ്മേഷനെ നമുക്ക് ഭയങ്കര ഫെമിലിയർ ആണ് അല്ലെ? അതായത് സമ്മേഷൻ x equal to 0 to infinity lambda raised to x by x factorial. അതെന്താണ്? e raised to ലാംഡയുടെ ഇക്വേഷൻ ആണ്. സോ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? e raised to minus theta into e raised to, ഇവിടെ ലാംഡയുടെ പ്ലേസിൽ 5 theta ആണ്. സോ e raised to 5 theta. That is e raised to 4 theta. അതായത് എക്സ്പെക്ടേഷൻ ഓഫ് 5⁻x എടുത്തപ്പോ e raised to 4 theta വന്നു. അതിന്റെ അർത്ഥം എന്താ? 5⁻x is an unbiased estimator of e raised to 4 theta. അത് ഓപ്ഷനിൽ ഉണ്ടോ നോക്കിയാൽ മതി. ഓപ്ഷൻ സി, e raised to 4 theta ഓപ്ഷൻ സിയിലുണ്ട്. സോ 5⁻x is an unbiased estimator of e raised to 4 theta. ഓപ്ഷൻ സി ആണ് ആൻസർ. Okay. Next question. If x1, x2, etc. xn is a random sample from a population n0 sigma square, then the sufficient statistic for sigma square. ഇത് നമ്മൾ ഓൾറെഡി സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്ററിന്റെ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ടിൽ പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഞാനത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല.
ഇനി ആർക്കെങ്കിലും ഇതൊന്ന് ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ പറയാം, ഞാൻ ചെയ്ത് കാണിക്കാം. ഇപ്പൊ ജസ്റ്റ് ആൻസർ പറയാണ്, കാര്യം നമ്മൾ ഇത് ഓൾറെഡി ഇൻവെസ്റ്റിഗേറ്ററിന്റെ ഏതോ ഒരു വീഡിയോയിൽ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ n0 സിഗ്മ സ്ക്വയറിന്റെ സഫിഷ്യന്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് സമ്മേഷൻ ഓഫ് xi സ്ക്വയർ ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി. അത് ചെക്ക് ചെയ്തോളാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ്. 3 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ടി ഒരു അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഫോർ തീറ്റ ആണെങ്കിൽ ടി സ്ക്വയർ തീറ്റ സ്ക്വയറിന്റെ അൺബയാസ്ഡ് ആണ്. അതേപോലെ ടി കൺസിസ്റ്റന്റ് ഫോർ തീറ്റ ആണെങ്കിൽ ടി സ്ക്വയർ കൺസിസ്റ്റന്റ് ഫോർ തീറ്റ സ്ക്വയർ ആണ്. അതേപോലെ ടി സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ഫോർ തീറ്റ ആണെങ്കിൽ ടി സ്ക്വയർ സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ഫോർ തീറ്റ ആണ്. ഇങ്ങനെ 3 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കി വെരിഫൈ ചെയ്യാം. അപ്പൊ നമുക്ക് വേറെ ഏതെങ്കിലും ഇങ്ങനെ ചോദിച്ചാലും ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ ഈ 3 സ്റ്റേറ്റ്മെന്റുകൾ എന്താണ് ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്നത്? ടി അൺബയാസ്ഡ് ഫോർ തീറ്റ ആണെങ്കിൽ ടി സ്ക്വയർ ആൻഡ് തീറ്റ സ്ക്വയർ റിലേഷൻഷിപ്പ്, ആൻഡ് ഓൾസോ ഫോർ കൺസിസ്റ്റന്റ് ആൻഡ് സഫിഷ്യൻസി. ഈ പറയുന്ന റിലേഷൻഷിപ്പിനെ വിളിക്കുന്ന പേരാണ് ഇൻവേരിയൻസ് പ്രോപ്പർട്ടി. അത് നമ്മൾ ആദ്യം അറിയേണ്ടത് ഓരോന്നിന്റെയും ഇൻവേരിയൻസ് പ്രോപ്പർട്ടി ആണ്. അൺബയാസ്ഡിന്റെ ഇൻവേരിയൻസ് പ്രോപ്പർട്ടി, ടി ഒരു അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഫോർ തീറ്റ ആണെങ്കിൽ ജി ഓഫ് തീറ്റയുടെ അൺബയാസ്ഡ് ആവണമെങ്കിൽ ലീനിയർ ആവണം. അതാണ് ഇൻവേരിയൻസ് പ്രോപ്പർട്ടി, ശരിയല്ലേ? അതേപോലെ ടി കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ഫോർ തീറ്റ ആണ്. ഇനി ജി ഓഫ് തീറ്റയുടെ കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ആവണമെങ്കിൽ ജി ഓഫ് ടി ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കണം. അതേപോലെ ടി സഫിഷ്യന്റ് ഫോർ തീറ്റ ആണെങ്കിൽ ജി ഓഫ് തീറ്റയുടെ സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ആവണമെങ്കിൽ ജി ഓഫ് ടി ഒരു 1-1 ഫംഗ്ഷൻ ആയിരിക്കണം. അത് നമ്മൾ ഇൻവെസ്റ്റിഗേറ്ററിന്റെ ഏതോ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോ അൺബയാസ്നെസിന്റെ ഇൻവേരിയൻസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ജി ഓഫ് ടി അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് ജി ഓഫ് തീറ്റ ആവണമെങ്കിൽ ഈ ജി ഓഫ് ടി ഇസ് എ ലീനിയർ ഫംഗ്ഷൻ ആയിരിക്കണം. അതേപോലെ കൺസിസ്റ്റൻസിക്ക് പറയുകയാണെങ്കിൽ ജി ഓഫ് ടി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കണം. അതേപോലെ സഫിഷ്യന്റ് എസ്റ്റിമേറ്ററിന് പറയുകയാണെങ്കിൽ ജി ഓഫ് ടി 1-1 ഫംഗ്ഷൻ ആയിരിക്കണം. അതായത് 1 and only 1 ഇമേജ്. ഇനി ഇവിടെ നമ്മളോട് ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് ടി അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ്പെക്ടേഷൻ ഓഫ് ടി ഈസ് ഈക്വൽ ടു തീറ്റ എന്ന് എഴുതാം. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ടി സ്ക്വയർ തീറ്റ സ്ക്വയറിന്റെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണോ? അതായത് എക്സ്പെക്ടേഷൻ ഓഫ് ടി സ്ക്വയർ തീറ്റ സ്ക്വയർ വരുമോ? ഇത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. വേരിയൻസ് ഓഫ് ടിയുടെ ഇക്വേഷൻ എന്താ? എക്സ്പെക്ടേഷൻ ഓഫ് ടി സ്ക്വയർ minus expectation square of t. That is variance of t is equal to expectation of t square minus theta square. Minus theta square. ഇനി നമുക്കറിയാം വേരിയൻസ് ഓഫ് ടി ഒരിക്കലും 0 ആവാൻ പാടില്ല. വേരിയൻസ് ഓഫ് ടി never be 0. Variance of t always greater than 0. So expectation of t square always greater than theta square. എന്തുകൊണ്ടാ? വേരിയൻസ് ഓഫ് ടി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് എക്സ്പെക്ടേഷൻ ഓഫ് ടി സ്ക്വയർ മൈനസ് തീറ്റ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0. സോ എക്സ്പെക്ടേഷൻ ഓഫ് ടി സ്ക്വയർ നെവർ ബി ഈക്വൽ ടു തീറ്റ സ്ക്വയർ. ദാറ്റ് ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ തീറ്റ സ്ക്വയർ. ശരിയല്ലേ? സോ എന്താവില്ല? ടി സ്ക്വയർ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആവില്ല. അപ്പോ ഒരു പ്രാവശ്യം ചെയ്ത് പഠിക്കുക, പിന്നെ ബൈ ഹാർട്ട് ചെയ്യാം. ടി സ്ക്വയർ ഇസ് നെവർ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ സ്ക്വയർ. ഇനി കൺസിസ്റ്റന്റിന്റെ ആവോ? ടി കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ടി സ്ക്വയർ കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ സ്ക്വയർ ആവോ? അതാണ് അടുത്ത നോക്കേണ്ടത്. ടി സ്ക്വയർ കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ സ്ക്വയർ ആവണമെങ്കിൽ ഇൻവേരിയൻസ് പ്രോപ്പർട്ടി അനുസരിച്ച് കണ്ടിന്യൂസ് ആയിരിക്കണം. സ്ക്വയറുകളൊക്കെ കണ്ടിന്യൂസ് അല്ലേ? അപ്പോ ടി സ്ക്വയർ എപ്പോഴും തീറ്റ സ്ക്വയറിന്റെ കണ്ടിന്യൂസ് എസ്റ്റിമേറ്റർ ആണ്. സോ ഇത് കറക്റ്റ് ആണ്. അപ്പൊ ഒന്നാമത്തെ തെറ്റി, രണ്ടാമത്തെ ശരിയാണ്. ഇനി ടി സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ആണെങ്കിൽ തീറ്റയുടെ ടി സ്ക്വയർ തീറ്റയുടെ തന്നെ സഫിഷ്യന്റ് ആയിരിക്കുമോ? ഇത് ആക്ച്വലി നമുക്ക് കൗണ്ടർ വെച്ച് പറയാൻ പറ്റും. കൗണ്ടർ ഇൻ ദ സെൻസ് ഇത് ശരിയാകുന്ന സ്ഥലങ്ങളുണ്ട്, ശരിയാകാത്ത സ്ഥലങ്ങളുണ്ട്.
പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒരു ജനറൽ റിസൾട്ട് ആണ്. അപ്പൊ നമുക്ക് ശരിയാവാത്ത ഒരു സ്ഥലമെങ്കിലും ഉണ്ടെങ്കിൽ ഇത് തെറ്റാണെന്ന് പറയാം. ശരിയല്ലേ? അതായത് സഫിഷ്യൻസിയുടെ ഇൻവേരിയൻസ് പ്രോപ്പർട്ടി അനുസരിച്ച് ടി തീറ്റയ്ക്ക് സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ആണെങ്കിൽ ടി സ്ക്വയർ തീറ്റയുടെ സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ആവണമെങ്കിൽ ടി സ്ക്വയർ എന്താവണം? ഒരു 1-1 ഫംഗ്ഷൻ ആയിരിക്കണം. ഞാനൊരു എക്സാമ്പിൾ പറയാം. x1 ആൻഡ് x2 ടു റാൻഡം സാമ്പിൾസ് എടുത്തു ആൻഡ് ബോത്ത് ഫ്രം ബെർണോളി 1p. എന്നിട്ട് ഞാൻ പറഞ്ഞു x1 പ്ലസ് x2 സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ഓഫ് p ആണ് ബെർണോളി 1pയില്. അങ്ങനെയാണെങ്കിൽ ഒബ്വിയസ്ലി x1 പ്ലസ് x2 ദ ഹോൾ സ്ക്വയർ എന്തായിരിക്കും? സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ഓഫ് p ആയിരിക്കും. ബിക്കോസ് x1 പ്ലസ് x2 ദ ഹോൾ സ്ക്വയർ 1-1 ഫംഗ്ഷൻ ആണ്. കാരണം എന്താ? x1നും x2നും ആകെ എടുക്കാൻ പറ്റുന്ന വാല്യൂസ് 0യും 1ഉം ആണ്. അപ്പോ 0 പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ വന്നാല് 1 സ്ക്വയർ 1. ശരിയല്ലേ? അല്ലാതെ മീൻസ് ഏതെടുത്താലും 0യും 0 എടുത്താലും 1ഉം 1ഉം എടുത്താലും എങ്ങനെയായാലും 1 ആൻഡ് ഓൺലി 1 ഇമേജ് അവിടെ ഉള്ളൂ. രണ്ടെണ്ണത്തിന് സെയിം ഇമേജ് വരില്ല. ശരിയല്ലേ? അപ്പൊ നമുക്ക് x1 പ്ലസ് x2 സ്ക്വയറും എന്ത് തന്നെയാണെന്ന് പറയാം? എന്ത് തന്നെയാണെന്ന് പറയാം? സഫിഷ്യന്റ് ഫോർ p ആണെന്ന് പറയാം ബെർണോളി 1pയുടെ കേസിൽ. പക്ഷേ ഈ സെയിം സംഭവം നോർമൽ മ്യൂ സിഗ്മ സ്ക്വയറിന് എടുത്തു നോക്ക്. -∞ മുതൽ ഇൻഫിനിറ്റി വരെ എന്തുണ്ട്? റേഞ്ച് ഉണ്ട്. സോ അവിടെ -1ഉം 1ഉം വരാം. ശരിയല്ലേ? -1ഉം 1ഉം വരാം. അങ്ങനത്തെ കേസുകളിലൊക്കെ 1 ആൻഡ് ഓൺലി 1 ഇമേജ് അല്ല അവിടെ. അപ്പൊ x1 പ്ലസ് x2 അല്ല, സിംപ്ലി ഒരു x എടുത്താലും നമുക്ക് കൗണ്ടർ പറയാൻ പറ്റും. ഒറ്റ സാമ്പിളിനാണെങ്കിലും കൗണ്ടർ പറയാൻ പറ്റും. -1 എടുത്താലും 1 എടുത്താലും സ്ക്വയറിന്റെ ഇമേജ് 1 ആണ്. സോ അപ്പൊ അത് 1-1 ഫംഗ്ഷൻ അല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? ടി സ്ക്വയർ ഇസ് നോട്ട് എ സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ. ടി സ്ക്വയർ ഇസ് നോട്ട് എ സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ. അതായത് ഈ തന്നിരിക്കുന്നതില് ഫസ്റ്റ് ഓപ്ഷനും തെറ്റാണ്, ലാസ്റ്റ് ഓപ്ഷനും തെറ്റാണ്. 1ഉം 3ഉം തെറ്റാണ്. 1 തെറ്റിയപ്പോ തന്നെ സിയും ഡിയും എലിമിനേറ്റ് ചെയ്യാം. 3 തെറ്റിയപ്പോൾ ബി എലിമിനേറ്റ് ചെയ്യാം. സോ 2 ഓൺലി ദ ആൻസർ. രണ്ടാമത്തേന് മാത്രമേ ടി സ്ക്വയറിന്റെ കാര്യത്തില് ശരിയാവുള്ളൂ. പക്ഷെ 3നും ഇൻവേരിയൻസ് പ്രോപ്പർട്ടി ഉണ്ട്. ആ ഇൻവേരിയൻസ് പ്രോപ്പർട്ടിക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ ഓക്കെ ആവും. ഇതേപോലെ കുറെ കുഞ്ഞു കുഞ്ഞു റിസൾട്ടുകൾ ഉണ്ട്. ഈ കൺസിസ്റ്റൻസി ഒക്കെ ചെയ്യാനുള്ള എളുപ്പം അത് നമുക്ക് എസ്റ്റിമേഷൻ ASRB നെറ്റിന് വേണ്ടിയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. അപ്പൊ അതിൽ ഇങ്ങനെയുള്ള നെറ്റിന് വേണ്ടുന്ന കുറച്ച് റിസൾട്ടുകൾ പറയാം. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ ഓപ്ഷൻ എ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. If x follows exponential distribution with the parameter theta, then which of the following is correct? X bar is the UMV of theta. X bar is the UMV of 1 by theta. 5 by x bar is the UMV of theta. None of this. ഇതും നമ്മൾ ഏതോ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്ററിന്റെ ഏതോ ഒരു ക്വസ്റ്റ്യൻ വർക്ക്ഔട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? ഏത് വെച്ചിട്ടാണ്? ക്രാമറാവു ഇനിക്വാലിറ്റി വെച്ച് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ക്രാമറാവു ഇനിക്വാലിറ്റി വെച്ച് നമ്മളിത് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഒന്നുകിൽ അത് നോക്കിക്കോളുക, വേണമെങ്കിൽ ചെയ്ത് കാണിക്കാം. എങ്ങനെയാ? ക്രാമറാവു ഇനിക്വാലിറ്റി എന്താ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ക്രാമറാവു ഇനിക്വാലിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് variance of t greater than or equal to g dash of theta the whole square the whole divided by expectation of dou log L by dou theta square. അതായത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വേരിയൻസിനുള്ള ലോവർ ബൗണ്ട് ആണ് ക്രാമറാവു ഇനിക്വാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ടി എന്ന് പറയുന്നത് എക്സ് ബാർ ആണ്. കാര്യം ഓപ്ഷനിലെല്ലാം എക്സ് ബാർ ഉണ്ട്. സോ ടി എക്സ് ബാർ ആണ്. ജി ഓഫ് തീറ്റ എന്ന് പറയുന്നത് തീറ്റയും ഉണ്ട് 1 ബൈ തീറ്റയും ഉണ്ട് അല്ലെ? ഒരു ഓപ്ഷനിൽ തീറ്റയുടെ UMV ആണ്. അപ്പൊ ജി ഓഫ് തീറ്റ എന്ന് പറയുന്നത് തീറ്റ. രണ്ടാമത്തെ ഓപ്ഷനിൽ 1 ബൈ തീറ്റ ആണ്. അപ്പൊ ജി ഓഫ് തീറ്റ എന്ന് പറയുന്നത് 1 ബൈ തീറ്റ. ഇതിന്റെ ആൻസർ നമുക്കറിയാം, ഓപ്ഷൻ ബി ആണ്. കാര്യം നമ്മൾ ഇത് ഓൾറെഡി ഇൻവെസ്റ്റിഗേറ്ററിന്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് സെഷനിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് 1 ബൈ തീറ്റ തന്നെ വെച്ചൊന്ന് നോക്കാം. ജി ഓഫ് തീറ്റ 1 ബൈ തീറ്റ. അപ്പൊ ജി ഡാഷ് തീറ്റ എന്താ? -1 ബൈ തീറ്റ സ്ക്വയർ.
ഓക്കെ, ടി എക്സ് ബാർ ആണ്, അത് അൺബയസ്ഡും ആണ് 1/തീറ്റയ്ക്ക്. സോ ആ അൺബയസ്ഡ് ആയിട്ടുള്ളത് തന്നെ വേണം, അത് ക്രാമറോവ് ഇൻഇക്വാളിറ്റിയുടെ ഒരു കണ്ടീഷൻ ആണ്. അപ്പൊ ജി ഓഫ് തീറ്റ 1/തീറ്റ എന്ന് എടുത്തു. അപ്പൊ ഇവിടെ തീറ്റ നമുക്ക് ശരിക്കും പറയാൻ പറ്റില്ല, കാര്യം ഒരിക്കലും എക്സ് ബാറിന്റെ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ തീറ്റ അല്ല എക്സ്പൊണൻഷ്യൽ തീറ്റയില്. അപ്പൊ അങ്ങനെ വെച്ച് വേണമെങ്കിലും ബാക്കി ഓപ്ഷൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്ത് കളയാം. എന്നാലും ജി ഓഫ് തീറ്റ 1/തീറ്റ എന്ന് എടുത്തു. അപ്പൊ ജി ഡാഷ് തീറ്റ മൈനസ് 1/തീറ്റ സ്ക്വയർ എന്ന് വന്നു. ഇനി എന്താ, ഫിഷർ ഇൻഫർമേഷനിൽ ഒരു ഡോലോഗ് എൽ ബൈ ഡോ തീറ്റ ഉണ്ട്. അപ്പൊ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ വേണം. ഇതിന്റെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്താ, തീറ്റ റേസ് ടു എൻ ഇ റേസ് ടു മൈനസ് തീറ്റ സമ്മേഷൻ ഓഫ് എക്സ് ഐ എന്ന് വരും. അപ്പൊ ലോഗൽ എഴുതുക. ലോഗൽ എന്ത് വരും, എൻ ലോഗ് തീറ്റ മൈനസ് തീറ്റ സമ്മേഷൻ ഓഫ് എക്സ് ഐ എന്ന് വരും. ഇനി ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക, log L by dou theta. So which is n by theta minus summation of xi. ഇനി നമ്മൾ ഈ ക്രാമറോവ് ഇൻഇക്വാളിറ്റി രണ്ടെണ്ണം പഠിച്ചിട്ടുണ്ട്. ഒന്നുകിൽ ഇത്, അല്ലെങ്കിൽ ഈ ഡിനോമിനേറ്ററിന് പകരം എന്ത് എഴുതാം, മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് ഡോ സ്ക്വയർ ലോഗ് എൽ ബൈ ഡോ തീറ്റ സ്ക്വയർ എടുക്കാം. ഏതാണോ എളുപ്പം അതെടുത്താൽ മതി. ഇവിടെ നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സമ്മേഷൻ ഓഫ് എക്സ് ഐ അങ്ങ് പോയി കിട്ടും. അപ്പൊ പിന്നെ ഒരു പ്രാവശ്യം കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് തന്നെയല്ലേ നല്ലത്. അപ്പോ ഡോ ലോഗ് എൽ ബൈ ഡോ തീറ്റ ഡോ സ്ക്വയർ ലോഗ് എൽ ബൈ ഡോ തീറ്റ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് വരും, ഓൾറെഡി n അവിടെ ഉണ്ട്, 1/തീറ്റയുടെ ഡിഫറൻസിയേഷൻ മൈനസ് 1/തീറ്റ സ്ക്വയർ, ദാറ്റ് ഇസ് മൈനസ് n/തീറ്റ സ്ക്വയർ. ഇനിയൊന്നുമില്ല, വേരിയൻസ് ഓഫ് ടി ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഡാഷ് ഓഫ് തീറ്റ, അത് മൈനസ് 1/തീറ്റ സ്ക്വയർ കിട്ടിയല്ലോ, അതിന്റെ സ്ക്വയർ ദാറ്റ് ഇസ് 1/തീറ്റ റേസ്ഡ് 4 ബൈ എക്സ്പെക്ടേഷൻ ഓഫ് ഡോ സ്ക്വയർ ലോഗ് എൽ ബൈ ഡോ തീറ്റ സ്ക്വയർ, അതായത് എക്സ്പെക്ടേഷൻ ഓഫ് മൈനസ് n/തീറ്റ സ്ക്വയർ. മൈനസും എന്നും ബൈ തീറ്റ സ്ക്വയറും ഒക്കെ കോൺസ്റ്റന്റ് ആണ്, പ്യുവർ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് എ കോൺസ്റ്റന്റ്, ദാറ്റ് ദ കോൺസ്റ്റന്റ് ഇറ്റ്സെൽഫ്, സോ മൈനസ് n/തീറ്റ സ്ക്വയർ. ഓൾറെഡി നമ്മുടെ ഇക്വേഷനിൽ ഒരു മൈനസ് ഉണ്ട്, മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എന്നാണ്. അപ്പൊ മൈനസും മൈനസും പ്ലസ് ആയിട്ട് n/തീറ്റ സ്ക്വയർ. ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 1/തീറ്റ റേസ്ഡ് 4 ഇൻറ്റു തീറ്റ സ്ക്വയർ ബൈ n, ദാറ്റ് ഇസ് 1/n തീറ്റ സ്ക്വയർ. അതായത് വേരിയൻസ് ഓഫ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/n തീറ്റ സ്ക്വയർ. വേരിയൻസ് ഓഫ് ടി അല്ലാതെ ചെയ്താലും, അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കൊള്ളുക, അല്ലാതെ ചെയ്താലും 1/n തീറ്റ സ്ക്വയർ തന്നെ കിട്ടും. സോ ആ ബൗണ്ടുകൾ മീറ്റ് ചെയ്യാണ് അവിടെ. സോ വേരിയൻസ് ഓഫ് ടി ഈക്വൽ ടു 1/n തീറ്റ സ്ക്വയർ. സോ നമുക്ക് എന്ത് പറയാം, എക്സ് ബാർ ഈസ് ദ UMVUE ഓഫ് 1/തീറ്റ എന്ന് പറയാം. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. എക്സ് ബാർ ഈസ് ദ UMVUE ഓഫ് 1/തീറ്റ. അപ്പോ ഇൻവെസ്റ്റിഗേറ്ററിന് ചെയ്ത പോലെ അല്ല, കുറച്ചും കൂടെ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യണം, കുറച്ചും കൂടെ നല്ലപോലെ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യണം. അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ഇൻവെസ്റ്റിഗേറ്ററിനൊക്കെ ഇങ്ങനെ എല്ലാവരും കമന്റിൽ ചോദിക്കാറുണ്ട്, ഇത്രയും ചെയ്യാനുള്ളതൊക്കെ ചോദിക്കോ, പക്ഷെ ASRB നെറ്റിനും CSIR നെറ്റിനും ഒന്നും അങ്ങനെയല്ല, ചോദിക്കും. സോ ഇത് വൃത്തിയായിട്ട് പഠിക്കുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഫസ്റ്റിലത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ സി, സെക്കൻഡ് ഓപ്ഷൻ സി, തേർഡ് ഓപ്ഷൻ ബി, സോറി ഫസ്റ്റ് ഓപ്ഷൻ സി, സെക്കൻഡ് ഓപ്ഷൻ സി, തേർഡ് ഓപ്ഷൻ സി, ഫോർത്ത് ഓപ്ഷൻ ബി, fifth option A, last option B. So, okay. And thank you for watching and wait for the next video.